जाए शाम ना आए ना बीती जाए. Thank you. ആന്യ, എന്തോ? നല്ല ഒരു വിന്റേജ് ലുക്കിൽ നിന്ന് പാടുന്ന നല്ല രസമുണ്ടായിരുന്നു. Thank you. അടിപൊളി. നമുക്ക് ചോദിക്കാം. ആ, ശരത് സർ, മക്കളെ, എന്തോ? ഉഗ്രം പാട്ടും മോളെ, ബ്യൂട്ടിഫുൾ പാട്ട്. പക്ഷെ എനിക്ക് ഒരു ഒറ്റ സംശയമുള്ളൂ, കുഞ്ഞിന്റെ ഈ ഒരു ചെറു പ്രായത്തിൽ ഇതെടുക്കണമായിരുന്നു എന്നുള്ളത് മാത്രമേ എനിക്കൊരു ഡൗട്ടുള്ളൂ. കാര്യം അതിൽ കുറേ എന്താ പറയണ്ടേ, കുറേ ചാതി കുഴികളുണ്ട് മോളെ ഈ പാട്ടിൽ. നമ്മൾ അറിയാതെ പാടി തെന്നി വീഴും അതിൽ. പക്ഷെ എന്തൊരു പാട്ടാ ഇത്! ആരാ മ്യൂസിക് എന്നറിയാമോ? R.D. ആ, Burman sir. R.D. Burman സാറിൻ്റെതാ. അയ്യോ, എത്ര പാട്ടുകൾ ഈ കോമ്പിനേഷനിൽ! ഉഗ്രം പാട്ടാ മോളെ. മോളെ നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ, വെരി ഗുഡ്. അത് മോളെ ഈ ഒരു പ്രായത്തിൽ ടൂ മച്ചാണ് പാടിയത്, അതിൽ ഒരു സംശയമല്ല മോളെ കേട്ടോ. Thank you, sir. ആ, എന്നാലും അത് കുറച്ചും കൂടെ ഇതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളെപ്പോഴും ഈ മുത്തെടുക്കണമെങ്കിൽ ആഴങ്ങള് വെച്ചാല് ആഴങ്ങൾ മീൻസ് ഡീപ്പ്. പക്ഷേ മലയാളം പഠിക്കുക പോയി, എനിക്കാണെങ്കിൽ വേറെ ഭാഷ കേട്ടോ അറിഞ്ഞുകൂടാ. ഷാനെ ഇടയ്ക്കിടയ്ക്ക് രക്ഷിക്കണം കേട്ടോ. I will Okay. save you. Yeah. Don't worry. മക്കളെ, അപ്പോൾ മുത്ത്, യുനോ മുത്ത്, Pearl. പേൾ. ആ, പേൾ എടുക്കണമെങ്കിൽ ചാനേക്കേലിയെ മോളെ മലയാളം കടലിൻ്റെ ഉള്ളിൽ പോയിട്ട് ഡീപ്പിൽ പോയിട്ട് നമുക്ക് മുത്തെടുക്കാൻ പറ്റത്തുള്ളൂ. ചുമ്മാ ബീച്ചിൽ പോയിട്ടുള്ള മുത്തെല്ലാം കൂടെ പെറുക്കിക്കൊണ്ട് വരാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഓരോ കോമ്പസിഷൻ്റെയും അകത്തിറങ്ങി എന്താണ് ആ പാട്ടിൻ്റെ മുത്ത് എവിടാണ് എന്ന് കണ്ടുപിടിച്ചെടുക്കണം. അതിനുള്ള പ്രായം കുഞ്ഞിനായിട്ടില്ലെന്നാണ് പറഞ്ഞത് കേട്ടോ. ഒരു മോള് നല്ല ജ്ഞാനസ്ഥയാണ് കേട്ടോ. മോള് പാടുന്ന കാണാനും ഇത് രസമാണ് മോളെ. അപ്പോൾ ഈ ഫസ്റ്റ് ലൈൻ ഒന്ന് പാടാമോ നമുക്ക്? रहना बीती താനേ നീരരാ रहना बीती രേനാ. रहना ആ നോട്ട് മനസ്സിൽ വെച്ചേക്കണം കേട്ടോ. ആ, പാടിക്കോ. रहना बीती जा താനേ നീരരാ. रहना അത് കുറച്ച് ഫ്ലാറ്റ് ആവുന്നുണ്ട്. രേനാ रहना ദേരരാ. बीती जाए ആ शाम ना ആ आए रहना बीती. ഗുഡ്. അതുപോലെ ഷാമനോ ഓ അങ്ങനെ പറയണ്ട കേട്ടോ, അത് ഓടായിട്ട് നിൽക്കുന്നത്. ഷാമന മതി. शाम ना നോ ദാറ്റ് നോ നാ സ്ന ആ നാ. ആയും കൂടെ പാടിയ മോളെ. शाम ना നെക്സ്റ്റ് आए रहना ഒരു ഓ അടിക്കുന്നുണ്ട് ആ, ഒരു മോളെ. മക്കളത് ശരിയായിക്കൊണ്ടാ മതി കേട്ടോ. ആ ആയിട്ട് ആ യെസ് യു ക്യാൻ കേട്ടോ. ആ, You can, പറ്റുന്നുണ്ട്. you can. അതൊന്ന് ട്രെയിൻ ചെയ്താൽ മതി കേട്ടോ. മക്കളെ കൊണ്ട് പറ്റൂടാ, നീ ഒരു കില്ലാടിയല്ലേ. പിന്നെ ആ രനാബീത്തിലൊരു സംഗതി വരുന്നില്ലേ, മോളെ താരീരാരാ ആനേ താരേനാരാ. വെരി ഗുഡ് വെരി ഗുഡ് മകളെ. അങ്ങനെയുള്ള ചില ഐറ്റങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് കിടപ്പുണ്ട്. ബർമൻ സാർ എന്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു? എന്ന് വെച്ചാൽ പോരായിരുന്നു. അതെന്തിനാണ് അവിടെ? അപ്പോൾ R.D. Burman സാറിൻ്റെ കുഴപ്പമാണ് മോളെ അല്ല കേട്ടോ. അതൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത് മോളെ. ബാക്കിയൊക്കെ മോള് നന്നായിട്ട് തന്നെ പാടി. ചിലതൊക്കെ കേൾക്കാൻ നല്ല സുഖമായിരുന്നു മുത്തേ. അത് മുത്ത് ഒരു ഷാന ഒരു 2-3 കൊല്ലം കൂടെ കഴിഞ്ഞ് ഈ കൊച്ചിത്തടുത്തേക്ക് കീറി പഠിച്ച് കീറി സൂപ്പറാട്ടോ. മോള് കുഞ്ഞാണ്, അതുകൊണ്ടാണ് അതിൻ്റെ ഒരു കൃത്യത മനസ്സിലാവാത്തുണ്ട് കേട്ടോ മക്കളെ. എന്തൊക്കെയാലും എല്ലാ നന്മയും ഉണ്ടാകട്ടെ മോളെ. ഓൾ ദി ബെസ്റ്റ്. എന്നാൽ നല്ലൊരു പാട്ട് കൊണ്ടുവന്നിട്ട് താങ്ക് യു സോ മച്ച്. ലവ് യു മക്കളെ. താങ്ക് യു ശരത് സർ. ഷാനിക, ആന്യ മോളെ എന്തോ? കുഴപ്പമില്ലാതെ പാടി മോളെ. താങ്ക് യു. ഇപ്പോഴും ഞാൻ പറയുന്നു, യു ഹാവ് എ ബ്യൂട്ടിഫുൾ വോയിസ് കേട്ടോ. താങ്ക് യു. ബ്യൂട്ടിഫുൾ വോയിസ്. താങ്ക് യു സർ. ആകെ ഫീൽ ചെയ്തത് മോൾക്ക് കുറച്ചുകൂടെ ഈസിയർ ആയിട്ടുള്ള ഒരു സോങ് എടുക്കാമായിരുന്നു.
എന്ന് ഒരു തോന്നൽ. കാരണം ഇത് ഈ പറഞ്ഞ പോലെ എക്സ്ട്രീം ഡീറ്റെയിലിംഗ് ഉള്ള ഒരു സോങ് ആണിത്. പിന്നെ ഭയങ്കര ഫീലാണ്, ഓരോ നോട്ടിലും ഫീലാണ്. വല്ലാത്തൊരു സോങ്. ഒരു പക്ഷേ പ്രായത്തിൻ്റെ ആയിരിക്കും, ആ ഒരു ഫുൾ ഇമോഷൻ ചിലപ്പോൾ ഇമോട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പറഞ്ഞാൽ മനസ്സിലായി നമ്മൾക്ക്. കാരണം ഒരു സോങ് എന്ന് പറയുന്നത് ഒരു എക്സിക്യൂഷൻ മാത്രമല്ല, അതിൽ വേറെ കുറേ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ കടലിൻ്റെ ആഴത്തിലിറങ്ങി മുത്തും ഇതൊക്കെ പെറുക്കുന്ന പോലെ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അത് മനസ്സിലാവണമെങ്കിൽ എനിക്ക് തോന്നുന്നു മോള് കുറച്ചുകൂടെ ഒന്ന് വളരണം. ബട്ട് അഗൈൻ ഐ എം ടെല്ലിങ് യു ഹാവ് എ വെരി ബ്രൈറ്റ് ഫ്യൂച്ചർ മോളെ. താങ്ക് യു സർ. എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തത് ഈ ഓ ഷോ, അതാണ് എല്ലാം ഷോ, ഒരു ടോൺ, ആ ഒരു ആകാരം വരുന്നില്ല മോളെ. അത് പക്ഷെ ഇപ്പം പാടിപ്പിച്ചപ്പോൾ അത് കറക്റ്റായിട്ട് ഏതോ 1-2 സ്ഥലത്തൊക്കെ അത് കറക്റ്റായിട്ട് വന്നു. ഇപ്പം തന്മൻ പ്യാര, അത് പ്യാര എന്ന് കറക്റ്റായിട്ട് പാടി. അപ്പം പറ്റുന്നത് ഫീൽ ഇനി കൂടുതൽ കൊടുക്കുന്നതുകൊണ്ടാണോ ഈ ഷോ ആണെന്നുള്ളത് നോക്കണം. ആ ഒരു സൗണ്ടിങ് ആണ് വരുന്നത്. അപ്പം അത് കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാം. കേട്ടോ ആ ഓക്കെ, അത്രേ ഉള്ളൂ മോളെ. ബാക്കി ഓൾ ഗുഡ് കേട്ടോ. ഓക്കെ സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ ആന്യ എന്തോ ഈ പറഞ്ഞ പോലെ നന്നായിട്ട് പാടി മോള്. ഇറ്റ് വാസ് ഗുഡ് കേട്ടോ. കാരണം ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് സോങ്. ഇത് ലതാജി പാടിയ സോങ്സിൽ തന്നെ ഒരു ഡിഫിക്കൽട്ട് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്നൊരു പാട്ടാ. അതെ, ഭയങ്കര ടഫായിട്ടുള്ളൊരു പാട്ടാ. അപ്പം മോക്ക് കുറച്ച് എളുപ്പമുള്ളൊരു പാട്ട് എടുക്കാമായിരുന്നു. മോക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന പാട്ട്. നമ്മൾ സെലക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് സ്യൂട്ട് ആവുന്നതാണ്, ഡിഫിക്കൽട്ടി ലെവലല്ല നമ്മൾ പറയുന്നത്. മോക്ക് ഏത് സോങ് സ്യൂട്ട്. അപ്പോൾ നല്ലതായിട്ട് സെർച്ച് ചെയ്യണം ഏത് സോങ് എടുത്താലും, എന്നിട്ട് പാടി നോക്കണം ഇതെങ്ങനെയുണ്ട് എനിക്ക്. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കാരണം ഇതിൽ ഒരുപാട് പ്ലാൻസ് ഉണ്ട് മോളെ. ശരത്തേട്ടൻ പാടിച്ചില്ലേ നിന്ദിയാന ആയ, അതൊന്ന് പാടാവോ? അല്ല, വേറൊരു പ്ലാനല്ലേ, അങ്ങനെ ഒരു സാധനമില്ലേ? അതൊക്കെ മോളുടെ ഈ പ്രായത്തിൽ മോളെ പ്രയാസമാണ് കിട്ടാൻ. കുറച്ചും കൂടി കഴിയുമ്പോൾ മോക്കിത് വളരെ ഈസി ആയിട്ട് പാടാൻ പറ്റും. കാരണം ഇത് ഈ പ്രായത്തിൽ ഇത് പാടാൻ പറ്റുന്നുണ്ടല്ലോ, അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് ഗുഡ്. പക്ഷെ നമുക്കിത് കുറച്ച് ടൈം കഴിഞ്ഞ് പാടിയാൽ റൈറ്റ് ആയിട്ടുള്ളൊരു സോങ് ആയിരിക്കും. കാരണം ഇതിങ്ങനെ ശ്യാമന ആ ഒരു സുഖം കേൾക്കുന്നവർക്ക് ആ ഷിഫ്റ്റൊക്കെ ഫീൽ ചെയ്യണം. അപ്പം മോക്കും അത് മനസ്സിലാക്കണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. മനസ്സിലായ? സ്റ്റിൽ ഇറ്റ് വാസ് എ ഗുഡ് പെർഫോമൻസ് കേട്ടോ. കുറേ പ്ലാൻസ് ഒക്കെ ഇങ്ങനെ തെന്നി പോയതേ ഉള്ളൂ. ഡിക്ഷൻ വാസ് ഗുഡ്, ലിറിക്സ് വാസ് റൈറ്റ്, എല്ലാം പക്കയായിട്ട് എല്ലായിടത്തും പാടി. ഫീൽ വാസ് ഗുഡ്. പക്ഷേ ആ ഒരു ടൈം ആയിട്ടില്ല ഈ പാട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഓക്കെ, മാർക്സ് ചോദിക്കാം. ശരത് സർ. അപ്പൊ മക്കളെ ചക്കരെ, മുത്തിന് ഞാൻ ഒരു 7.5 മാർക്ക് തരും. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക. ഓക്കെ, ഹരിച്ചേട്ടാ. ഓക്കെ, രണ്ടുപേരും ഹിഡൻ അജണ്ട. ഡോണ്ട് വറി, നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. അതെ അതെ. സൂപ്പർ ആയിരുന്നു മക്കളെ, നന്നായിരുന്നു കേട്ടോ. പുള്ളിനെക്കാളും കൂടുതൽ മാർക്ക് തന്നിട്ടുണ്ട്. ഡോണ്ട് വറി. ഏതായാലും പുള്ളി ജയിൽ പുള്ളിയാ. പുള്ളി പോലും. ഓക്കെ അന്യ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.